Hello all, welcome to my channel Teacher at Home. Today class we are going to learn the third chapter, that is redox reactions and rate of chemical reactions. Okay, so we can start the chapter. Various changes are happening around us. നമ്മുടെ ചുറ്റുപാടും പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. These include both physical and chemical changes. അല്ലേ, ഫിസിക്കൽ ആയിട്ടും രാസപ്രവർത്തനത്തിലുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട്. Chemical changes that results in the formation of a chemical change നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? പുതിയ compounds ഉണ്ടാവും അല്ലേ? Given below is a table showing the mass of the reactants and the products when hydrogen combines with chlorine to form hydrogen chloride in two situations. ഹൈഡ്രജനും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക? ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് കിട്ടുക അല്ലേ? സിറ്റുവേഷൻ 1, മാസ് ഓഫ് റിയാക്ടൻസ് എന്താ? ഹൈഡ്രജൻ 2 ഗ്രാം എടുത്തു, ക്ലോറിൻ 71 ഗ്രാം എടുത്തു. മൊത്തം 71 plus 2, 73 gram of hydrogen chloride ആണ് നമുക്ക് ലഭിച്ചത്. Experiment 2, situation 2, mass of reactants, hydrogen 4 gram എടുത്തു, ക്ലോറിൻ 142 gram എടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയാ? 146 gram. Okay. Write down the total mass of reactants and also the total mass of products in the above experiment. Situation 1, total mass of reactants എന്ന് പറയുന്നത് എത്രയാ? Situation 1 ഉം Situation 2 ഉം. Total mass of reactants എന്ന് പറയുമ്പോൾ 73 അല്ലേ? 73 gram. Total mass of product ഉം അത് തന്നെയാണ് അല്ലേ? Total mass of reactants എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളത് 73. Product എന്ന് പറയുന്നത് 73 gram. ഇനി Situation 2 എത്രയാ? Reactants 146 gram. Product 146 gram. Given below is a table showing the mass of reactants and the products when hydrogen combines with oxygen to form water in two situations. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്താ കാണിക്കുന്നത്? റിയാക്ടൻസും പിന്നെ പ്രൊഡക്ട്സും. റിയാക്ടൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? പ്രൊഡക്റ്റ് ഉണ്ടാവുക. When hydrogen combines with oxygen to form water in two situations. Okay, ഇതിൽ എന്തൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും കൂടി റിയാക്ട് ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താ ഫോം ചെയ്ത്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി. ലൈക്ക്വൈസ് ഇവിടെ എന്തൊക്കെയാ ഫോം ചെയ്യുന്നത്? റിയാക്ടൻസിൽ ഹൈഡ്രജൻ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യാണ് അല്ലേ? ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? H2O ഫോം ചെയ്യും. 2H plus O H2O. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? മാസ് ഓഫ് റിയാക്ടൻസ്, ഹൈഡ്രജനും ഓക്സിജനും എത്ര എടുത്ത്? 2 gram ഓഫ് ഹൈഡ്രജനും എടുത്തു, 16 gram ഓഫ് ഓക്സിജനും എടുത്തു. അപ്പൊ നമുക്ക് എത്രയാ കിട്ടിയ? 18 gram ഓഫ് വാട്ടർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ 1 എത്രയാ? We can write here as 16 plus 2, 18 gram. ഇവിടെ എത്രയാ? 18 gram. Situation 2, 4 gram 32 gram. അപ്പൊ ഇവിടെ എത്രയാ? 36 gram. ഇവിടെയും 36 gram. What is the relation between the total mass of reactants and the total mass of total mass of product? It is both എന്താണ്? Same ആണ്. Mass of reactants is equivalent to mass of product. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. Antonio Lavoisier found out the role of oxygen that attain combustion. അല്ലേ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ. He discovered that during respiration, ശ്വസന സമയത്ത് oxygen is absorbed. Oxygen വലിച്ചെടുക്കും, carbon dioxide പുറന്തള്ളും. He also noticed the presence of oxygen in nitric acid, sulfuric acid and phosphoric acid. He named the elements oxygen and hydrogen. Hydrogen oxide name ചെയ്തത് ആരാണ്? Name ചെയ്ത Antonio Lavoisier. In a chemical reaction, mass is neither created nor destroyed. It is a law of conservation of mass. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാസ് അത് നമ്മൾ ഉണ്ടാക്കുന്നുമില്ല, നശിപ്പിക്കുന്നുമില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്.
This law was proposed by the scientist Antonio Lavoisier. ഈ law ആരാ propose ചെയ്തത്? It's by Antonio Lavoisier. That is, the total mass of reactant will be equal to the, ഇപ്പോൾ രണ്ടിലും നമ്മൾ എന്താ കണ്ടത്? Mass of reactants ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രൊപ്പോർഷനിൽ എടുത്തപ്പോൾ പ്രൊഡക്റ്റാണ് കിട്ടിയത്. ആ എത്രയാണോ നമ്മൾ റിയാക്റ്റന്റ് എടുത്തത് അത്രയും പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. So the total number of each of atom of in the reactant side and the product side in a chemical reaction എന്താണ്? Equal ആണ്. Balancing of chemical equation. A piece of magnesium is burned in air. What do you observe? അപ്പോൾ magnesium burned in air ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? Magnesium burned in air. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വൈറ്റ് പൗഡർ ആണ് കിട്ടിയത്. ആ വൈറ്റ് പൗഡർ എന്താണ്? magnesium ആണ് അല്ലേ? How can you represent the chemical reaction? Magnesium oxygen ആയിട്ട് എയറിൽ എന്താ ഉള്ളത്? ഓക്സിജൻ ആണ് ഉള്ളത്. അപ്പോൾ magnesium ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തത് magnesium oxide ഉണ്ടായി. സിമ്പിൾസിൽ എഴുതുകയാണെങ്കിൽ മെഗ്നീഷ്യത്തിന് Mg എന്ന് എഴുതും, ഓക്സിജനെ O2 എന്ന് എഴുതും. അപ്പോൾ MgO എന്ന് ലഭിക്കും. Okay, this is the chemical equation. What are the reactants here? Reactants ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഓക്സിജനുമാണ് reactants. പ്രൊഡക്റ്റ് എന്താ കിട്ടിയ? മെഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ് നമുക്ക് ലഭിച്ചത്. Note down the number of atoms in the reactant side and the number of atoms in the product side in the table below. Number of atoms in the reactant side, it is 1 and oxygen is 1. Total number of the product side is magnesium 1, oxygen 1. Is the total number of atoms in each element equal to on both sides? It is equal അല്ലേ? both sides എന്ത് തന്നെയാണ്? equal ആണ്. The number of which atom is not equal to on both sides? ഏത് atom ആണ് equal അല്ലാത്തത്? Mg plus O2, what is the product? MgO. 2 oxygen ആണ് അല്ലേ? ഓക്സിജൻ 1 അല്ല 2 ആണ്. 2. Okay. Reactant 1 1 തന്നെയാണ്. The number of which atom is not equal on both sides? Oxygen is not equal. How many product molecules are needed to equalize the number of oxygen atom on both sides? How many product are one more product it is needed? How will you represent 2 molecules of magnesium oxide? 2 molecules of magnesium oxide എങ്ങനെ എഴുതുക? 2MgO. Now is the number of magnesium atom equal on both sides? No. How many magnesium atoms are needed in the reactant side to equalize the number of magnesium on both sides? One more magnesium atom is required. കാരണം എന്താണ്? ഇതിൽ Mg ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്യണം. എന്നാലേ 2Mg എന്നാവുള്ളൂ. Okay. How can you rewrite the above equation? Mg എന്നുള്ളത് എന്ത് ചെയ്യും? 2Mg എന്ന് എഴുതും. ഓക്സിജൻ എന്നുള്ളത് O2 എന്ന് എഴുതും. അപ്പോൾ എന്താ കിട്ടുക? MgO, 2MgO. മെഗ്നീഷ്യം 2, ഓക്സിജൻ 2. കറക്റ്റ് ആയില്ലേ? Is the total number of atoms of each element in the molecules present in the reactant side and the product side is equal in this reaction? Yes. Now, won't the mass on both the sides will be the same? In this manner, equalizing the number of atoms on each element in molecules in the reactant side and the product side is the balancing of equation. ഇങ്ങനെ റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലെയും മോളിക്യൂൾസ് കറക്റ്റ് ആയിട്ട് എഴുതണമെന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുക. ഇക്വേഷൻ ബാലൻസ് ചെയ്യുകയാണ്. Now let's look at another example. Zinc plus HCl gives zinc chloride plus H2. Tabulate the total number of atoms in the elements in the reactant side and the product side. അപ്പോൾ സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡും റിയാക്ട് ചെയ്തപ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടായി. ഓക്കെ, സിങ്ക് എത്ര ഉണ്ട്? 1. ഹൈഡ്രജൻ 1. ക്ലോറിൻ 1. ഹിയർ പ്രൊഡക്റ്റ് സൈഡ് സിങ്ക് 1, ക്ലോറിൻ 2, hydrogen, chlorine 2, hydrogen 2. How many zinc atoms are there in the reactant side and the product side? 1. What are the atoms? Which are the atoms showing difference in their number? ഏതൊക്കെയാണ് ഡിഫറൻസ് കാണിക്കുന്നത്? ഹൈഡ്രജനും ക്ലോറിനും ആണ് ഡിഫറൻസ് കാണിക്കുന്നത്. In order to make them equal on both sides, how many molecules of HCl should be taken as reactants? One more molecule. ഒരു molecule of HCl കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം.
Now rewrite the equation. ഇനി ഒന്ന് മാറ്റി എഴുതിയാലോ equation. Zinc plus 2 HCl. എന്താ കിട്ടുക? Zinc Cl plus H2 form ചെയ്യും. Okay, plus H2. Let's balance the chemical equation. H2 plus O2 gives 2H. അല്ലേ? എന്താണ് Zn തന്നെയാണ്. 2H H2 correct ആയി. Cl Cl2. Okay. ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. When the number of oxygen atom in the product side is made 2, എന്താ എങ്ങനെ ചെയ്യാ? 2H2O. അപ്പോൾ 4 ആണ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 കൊടുക്കണം. Total number of reactants in the reactant side is hydrogen 2. ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. ഇപ്പോൾ ഹൈഡ്രജനോ 4 ആയി, ഓക്സിജൻ 2. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കത് ചെയ്യണം അല്ലേ? In order to make the number of atoms, hydrogen atom in the reactant side 4, shouldn't we take 2 hydrogen atom? 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഈ സൈഡിൽ 2 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ആയി, ഓക്സിജൻ 2 ആയി, ഹൈഡ്രജൻ 4 ആയി, ഓക്സിജൻ 2. കറക്റ്റ് ആയില്ലേ? Let us balance the equation. AlO2 gives Al2O3. അപ്പോൾ അലുമിനിയം ഇവിടെ എത്രയുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിൽ അലുമിനിയം എത്രയുണ്ട്? 1 അല്ലേ? റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ 2. പ്രൊഡക്റ്റ് സൈഡിൽ അലുമിനിയം 2, ഓക്സിജൻ 3. ഇനി if you make the number of aluminum atom 2, അലുമിനിയത്തിന് നമ്മൾ 2 ആക്കുകയാണ്. അപ്പോൾ 2Al plus O2. അപ്പോൾ എത്രയാണ് ഫോം ചെയ്യാം? Al2O3. Is the number of oxygen atom on both the sides equal? How can we make it equal? Both the sides equal ആണോ? No. Equal അല്ല. എങ്ങനെയാണ് നമുക്ക് equal ആക്കാം? By adding one more oxygen. അല്ലേ? one more എന്ത് ആഡ് ചെയ്യാം? ഓക്സിജൻ ആഡ് ചെയ്യാം. ഇനി the number of oxygen atom in the reactant side 2 and the number of oxygen in the product side 3. Isn't it? In order to make them equal on both sides, the number of oxygen atom എന്താണ്? Increased by 6. എങ്ങനെയത്? 2Al. Al എന്ന് പറയുന്നത് 2Al ആക്കി. ഓക്സിജൻ ഇവിടെ 3 ആക്കുമ്പോൾ 6 അല്ലേ? 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 2Al2O3 എന്നാക്കി. അപ്പോൾ അലുമിനിയം എത്രയുണ്ട്? 4. How many oxygen molecules are needed on the reactant side? Reactant side എത്ര ഓക്സിജൻ മോളിക്യൂൾ വേണം? ഒന്നും കൂടെ വേണം. Okay. Now is the number of aluminum atom on both are equal on both sides 2Al 4Al. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ 4 അലുമിനിയം ഉണ്ട്, പ്രൊഡക്റ്റിൽ 4 അലുമിനിയം ഉണ്ട്. Then make the number of aluminum atom equal on both sides. അലുമിനിയം ആറ്റം രണ്ട് ഭാഗത്തും ഈക്വൽ ആക്കുക. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? 3O2. അപ്പോൾ 6, ഓക്സിജൻ 6 ആയി. ഇനി 2Al 4Al. ഓക്കെ, 4Al ആക്കിയ അതിനെ ഈ രൂപത്തിലേക്കും മാറ്റാം. Is this a balanced chemical equation? Yes. Some other chemical equation are given below. Note down the number of reactant atoms and that of product in the table given below. Okay, table given below. Carbon 1, oxygen 2, carbon here 1, oxygen 2. Okay, then next എന്താ? നൈട്രജൻ എത്രയുള്ളത്? നൈട്രജൻ 2, പിന്നെ ഹൈഡ്രജൻ 2. ഓക്കെ, നൈട്രജൻ 2, ഹൈഡ്രജൻ 2. പിന്നെ നൈട്രജൻ 1, ഹൈഡ്രജൻ 3, ഹൈഡ്രജൻ 4, ഓക്സിജൻ 4, hydrogen 4, hydrogen 4, oxygen 4, sulfur 1,
sulfur 1, oxygen 4, sulfur 1, oxygen 3, barium 1, chlorine 2, hydrogen 2, sulfur 1, oxygen 4, barium 1, sulfur 1, oxygen 4, hydrogen 2, chlorine 2. തന്നിരിക്കുന്നതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ? ബാലൻസ് ഇക്വേഷൻ വിച്ച് ആർ അൺബാലൻസ്ഡ്. അൺബാലൻസ് ഉള്ളത് ബാലൻസ് ചെയ്യുക. എങ്ങനെയത്? നൈട്രജൻ അൺബാലൻസ് ഉള്ളത് ബാലൻസ് ചെയ്യുക. അപ്പോൾ ആദ്യം C+O2 CO2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ കാർബൺ 1, ഓക്സിജന് 2, അത് കറക്റ്റ് ആണ്, ബാലൻസ്ഡ് ആണ്. ഇനി അടുത്തത് N2H2 അല്ലെ? കാർബൺ 1, ഇതിൽ 1, ഓക്സിജൻ 2, ഇതിൽ 2. ഇനി N2, ഇതിൽ 2 നൈട്രജൻ, ഇതിൽ 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. അപ്പൊ എന്താ ചെയ്യാം? ഇപ്പൊ 2NH3 എന്നാവുമ്പോ 2 നൈട്രജൻ, ഹൈഡ്രജൻ ആവുമ്പോഴോ 6. അപ്പൊ ഇവിടെ എത്ര എഴുതണ്ട്? 3. അപ്പൊ ഇതൊന്ന് എഴുതി നോക്കിയാലോ. N2 പ്ലസ് 3H2 N2 പ്ലസ് 3H2 N2 plus 3H2 gives 2NH3 2NH. കറക്റ്റ് ആണോ നോക്കിയേ? 3 here 2 അപ്പൊ N2 2NH3 പറയുമ്പോൾ N2 അത് കറക്റ്റ് ആയി. ഇത് 6 ഹൈഡ്രജൻ, ഇത് 6 ഹൈഡ്രജൻ, അപ്പൊ അതും കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? N2 plus 3H2 gives 2NH3. N2 plus 3H2 gives 2NH3. ഇനി അടുത്തത് 2H2O2 gives 2H2O plus O2. അപ്പൊ ഇതിൽ ഇല്ലാത്തതൊക്കെ ഏതൊക്കെയാ നോക്കുക. ഹൈഡ്രജൻ ഇവിടെ എത്രയുള്ളത്? 4, ഇപ്പം 4 അല്ലെ? ഓക്സിജൻ ഇവിടെ 2. ഇവിടെയാണെങ്കിലോ? ഓക്സിജൻ ഇവിടെയാണെങ്കിൽ 2 plus 2 4 അല്ലെ? ഇതും 4. അപ്പൊ ഇത് കറക്റ്റ് ആയി. ഇനി SO2 plus O2, സൾഫർ 1, ഓക്സിജൻ 4 ആണ്. ഓക്സിജൻ 4. അപ്പൊ എന്താ ചെയ്യേണ്ടത്? SO2 4 ആണ് ഓക്സിജൻ അല്ലെ? SO2 plus 2O2 ആണെങ്കിൽ എന്താവും? 2SO3. അതായത് ഓക്സിജൻ ആണ് ഇവിടെ 4 തന്നിരിക്കണം, ഇവിടെ 3 ഉള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് മാറ്റി എഴുതണം. എങ്ങനെയാ മാറ്റി എഴുതുക? സൾഫർ നമ്മള് SO2 എന്ന് എഴുതാം. SO2 പ്ലസ്, അപ്പൊ ഇവിടെ 2 എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് നോക്കിയോളൂ, പ്ലസ് O2 അല്ലേ? അപ്പൊ 2O2 എന്നാക്കാം.
2O2. അങ്ങനെയാണെങ്കിൽ എത്രയാ ഫോം ചെയ്യുക? എസ് ഓ ഇപ്പോൾ 4 ആയി 6 ആയി. അപ്പോൾ ഇവിടെ ഒരു 2 വേണം, എന്നാലേ ഓക്സിജന്റെ ഇത് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ സൾഫർ ഇവിടെ 2 ആവണമെങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൾഫറുടെ ഈ ഭാഗത്ത് നമുക്കൊരു 2 ഇട്ടാ 2 ഓക്സിജന്റെ ഭാഗത്ത് ഇടണ പകരം സൾഫർ, അപ്പോൾ 2SO3. അപ്പോൾ കറക്റ്റ് ആയില്ലേ? 2 എസും 6 ഓക്സിജനും ആയി. ഇനി ബേരിയം ക്ലോറൈഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് ബേരിയം സൾഫൈഡ് പ്ലസ് 2HCl. ബേരിയം 1 അല്ലേ? ക്ലോറിൻ ഇവിടെ 2, ഇവിടെയും 2, ഹൈഡ്രജൻ 2, ഇവിടെയും 2 ഹൈഡ്രജൻ, സൾഫർ 1, സൾഫർ 1, ഓക്സിജൻ 4, ഓക്സിജൻ ഇവിടെ 4. അപ്പോൾ അതെല്ലാം ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. യു ആർ ഫെമിലിയർ വിത്ത് ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ ടു ഫോം മെഗ്നീഷ്യം ക്ലോറൈഡ്. മെഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ക്ലോറിൻ എന്താവും? മെഗ്നീഷ്യം ക്ലോറൈഡ് ആവും. Mg + Cl2 MgCl2. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മെഗ്നീഷ്യം ക്ലോറിൻ എത്രയാ? മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 12 ആണ് അറ്റോമിക് നമ്പർ. പിന്നെ ക്ലോറിന്റെ ആണെങ്കിലോ 17 ആണ് അറ്റോമിക് നമ്പർ അല്ലേ? അപ്പോൾ 12 ആകുമ്പോൾ 282, 17 ആകുമ്പോൾ 287. How many electrons does a magnesium atom donate? 2 electrons ആണ് donate ചെയ്യുക. What charge it will get? It will get a positive charge. Just complete the equation. Mg2 plus 2 electrons. How many electrons are accepted by chlorine atom? Chlorine atom എത്ര electrons accept ചെയ്യുന്നത്? 1 electron ആണ് accept ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചാർജ് 2 electrons ആണ് അല്ലേ? 2 electrons മെഗ്നീഷ്യം കൊടുക്കുമ്പോൾ 2 electrons അത് accept ചെയ്യും. So what will be the charge acquired by the magnesium 2 അല്ലേ? Here 1 മാത്രമേ accept ചെയ്യണ്ടുള്ളൂ. Acquired by the magnesium it is 2 minus. Complete the equation. Chlorine plus 1 electron gives chlorine minus. ഒന്ന് accept ചെയ്യുമ്പോൾ ഒരു minus. In this reaction magnesium donate electrons, chlorine എന്ത് ചെയ്യും? Accept electrons. Oxidation it is a process of loss of electrons. Reduction is a process of gain of electrons. Okay. Reduction it is a process of gain of electrons. Atom which lose electron നമ്മൾ എന്ത് പറയും? Reducing agent എന്ന് പറയും. Atom which gain electrons നെ oxidizing agent എന്ന് പറയും. നേരെ തിരിച്ച് oxidation എന്ന് പറയുന്നത് നമ്മൾ loss of electrons ആണ്. Reduction എന്ന് പറയുമ്പോൾ gain of electrons ആണ്. അപ്പോൾ atoms which lose electron loss ചെയ്യണതിനെ നമ്മൾ oxidizing agent, reducing agent എന്നും gain ചെയ്യണതിനെ oxidizing agent എന്നും പറയുന്നത്. The above reaction which atom is oxidized? ഏതാണ് oxidized ആയിരിക്കുന്നത്? ഓക്സിഡൈസ്ഡ് ആയത് വന്നിട്ട് മെഗ്നീഷ്യം ആണ് അല്ലേ? മെഗ്നീഷ്യം. റെഡ്യൂസ്ഡ് ആയത് ഏതാ? ക്ലോറിന്. which is the oxidizing agent in the chemical reaction. Oxidizing agent എന്ന് പറയുന്നത് atom which lose electron അല്ലേ? electron lose ചെയ്യണത് ആരാണ്? മെഗ്നീഷ്യം ആണ് lose ചെയ്യണത്. reducing agent എന്ന് പറഞ്ഞാൽ gain electron, that is chlorine. Analyze the following equation and list the oxidized atom, reduced atom, oxidizing agent and reducing agent. Okay. Mg plus F2 gives MgF2. അപ്പോൾ oxidized atom. Equation of oxidation എന്ന് പറയുമ്പോൾ Mg2 plus 2 electrons. F2 fluorine. Equation of the reduction എന്ന് പറയുമ്പോൾ F plus electrons F. Oxidized atom എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആണ്, കാരണം അതാണ് ഇത് ലൂസ് ചെയ്യണത്, ആറ്റംസ് ലൂസ് ചെയ്യണത്. റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിന്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഏതാ? മെഗ്നീഷ്യം. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം വിച്ച് ലൂസ് ഇലക്ട്രോൺ. ലൂസ് ഇലക്ട്രോൺ, ഇതിൽ ലൂസ് ഇലക്ട്രോൺ ആരാണ്? മെഗ്നീഷ്യം ആണ് ലൂസ് ഇലക്ട്രോൺ അല്ലേ? അതായത് ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗെയിൻ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് ആരാണ്? ക്ലോറിൻ ആണ് ഗെയിൻ ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജന്റ് നഷ്ടപ്പെടുന്ന ആർക്കാണ്? മെഗ്നീഷ്യം ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇനി Mg plus F2 gives MgF2. ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാ? മെഗ്നീഷ്യം. മെഗ്നീഷ്യം plus 2 electrons gives magnesium.
റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറഞ്ഞത് ഫ്ലൂറിന്. ഫ്ലൂറിൻ പ്ലസ് ഇലക്ട്രോൺ ഗിവ്സ് ഫ്ലൂറിന്. ഇതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം. ഇനി അടുത്തത് 2Na plus Cl2 2NaCl. ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത് സോഡിയം. സോഡിയത്തിൽ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ സോഡിയം Na പ്ലസ് ആവും. റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറയുന്നത് ക്ലോറിന്. ഇക്വേഷൻ വന്നിട്ട് ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ ക്ലോറിൻ. പിന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ക്ലോറിൻ ആണ്. റെഡ്യൂസിങ് ഏജന്റ് ആരാ? സോഡിയം. ഓക്കെ, ഇനി അടുത്തത് തന്നിട്ടുണ്ട്. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? മെഗ്നീഷ്യം Mg2 പ്ലസ് 2 ഇലക്ട്രോൺസ്. സോഡിയം ഇതും തന്നിട്ടുണ്ട് അല്ലേ? Fe2 പ്ലസ് 2 ഇലക്ട്രോൺസ്. ഓക്സിജൻ പ്ലസ് 2 ഇലക്ട്രോൺസ്. ഓക്സി 2 മൈനസ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ Mg2 പ്ലസ് 2 ഇലക്ട്രോൺസ്. റെഡ്യൂസിങ് ഏജന്റ് ഏതാ? മെഗ്നീഷ്യം. ഓക്സിഡൈസിങ് ഏജന്റ് ഫ്ലൂറിന്. ഇനി അടുത്തത് പറയുമ്പോൾ സോഡിയത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ അല്ലേ? ഒരു ഇലക്ട്രോൺ ആണ് സോഡിയത്തിന്റെ പോവുക. അപ്പൊ അതെന്താവും? സോഡിയം പോസിറ്റീവ് ചാർജ് ലഭിക്കും. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് സോഡിയം. സോഡിയം എന്തിന്റെ കൂടെയാണ്? ക്ലോറിന്. ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ ക്ലോറിൻ ആവും, മൈനസ് ചാർജ് ആവും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറിന്. ഇനി അയൺ പ്ലസ് 2 ഇലക്ട്രോൺ ആകുമ്പോഴാണ് Fe2 പ്ലസ് ആവുക. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ Fe. ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഏതാ? ഓക്സിജൻ പ്ലസ് 2 ഇലക്ട്രോൺ ഓക്സിജൻ 2 മൈനസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്താണ്? നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.